ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കോറു. ഗൈസ്, നമ്മൾ എന്നുള്ളത് സ്വർഗരാജ്യം പുതിയ സീസണിലാണ്. നമ്മൾ ഫ്രെയിം പാക്സിൻ്റെ സ്കിന്നൊക്കെ ഇട്ട് പുതിയ രംഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതിൻ്റെ വീഡിയോ റെഗുലറായിട്ട് വരും. അപ്പം നേരെ വീഡിയോയിലൂടെ നമ്മുടെ കൂടെ നമ്മുടെ ടീമായിട്ട് ആദിഷ് 31 TV എൻ്റെ ചാനലിൽ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ എടുക്കാം. ഗൈസ്, ലെഫ്റ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഫുഡ് ഒപ്പിക്കാം. ഞാനൊരട്ടം ജസ്റ്റ് പോയി ഒന്ന് വെറുതെ ചത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വുഡ് ഇവിടെ അപ്പുറത്ത് എവിടെയാണ് ട്രീ ഉള്ളത്. അപ്പോൾ ട്രീ ഇട്ട് സ്റ്റോൺ ടൂളൊക്കെ ഇതിൻ്റെ സൗണ്ട് മോശമായിട്ടായിരിക്കും, കാരണം സൗണ്ട് ഇല്ല. ജലദോഷം പറയാനായിട്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് കടക്ട് ചെയ്യാം. SMB ആണ് സ്വർഗരാജ്യത്തിൻ്റെ. ഞാൻ അതിൻ്റെ ഡിസ്കൗണ്ട് ലിങ്ക് കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കയറി ചെക്കൗട്ട് ചെയ്ത് കയറുക, കളിക്കുക, ചെയ്യുക. പുതിയ സീസൺ തുടങ്ങിയതാണ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. പിക്കാക്സ് ഫാസ്റ്റായിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റിക്ക് വേണം. ഏകദേശം നമുക്ക് TP ഒക്കെ ഇട്ടിട്ടുണ്ട്. ചെയ്യാം. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് അവിടെ കേവ് ഉണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് അയൺ പിക്കാ. ഞാൻ അതിൻ്റെ അടുക്ക് ഇടുന്ന അയണ കിട്ടി. നമുക്ക് സ്റ്റോൺ ടൂൾസ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ സ്റ്റോൺ ടൂൾസ് അല്ല, സ്റ്റോണ് കളക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ഷമിക്കുക, ഈ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഷോപ്പ് ഉണ്ട്. ഷോപ്പിന് അടിച്ചാൽ ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ചെയ്തു. ഫുഡുണ്ട്, ഗിയർ ഉണ്ട്. ഗിയറിൽ പോയാൽ നമുക്ക് ടോട്ടം, ബോട്ടിൽ, സ്റ്റിക്കർ ബോക്സ്, ഇതിൻ്റെ ഗോൾഡൻ ആപ്പിൾ അങ്ങനത്തെ ഉണ്ട്. പിന്നെ ബാക്ക് അടിച്ച ഷോപ്പ്. ഇവിടെ ഫുഡ് കിട്ടും നമുക്ക്. പിന്നെ സ്ലാഷ് മൈനിങ് ഷോപ്പ്, ഫാർമിംഗ് ഷോപ്പ്, അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ സ്പോണറാണ്. കുറച്ച് കോളും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. താഴെ മറ്റേ ഇതുണ്ട്. ഇവിടെ ഒരു കേവ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അവിടെ ഒരു കേവ് ഉണ്ട്. കേവ് എടുക്കാൻ മുന്നേ ആദ്യം നമുക്ക് ഈ വുഡ് കൂടെ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നല്ല താഴെ ഇവിടെ വലിയൊരു ജീവിയുണ്ട്. നമുക്ക് അയണ് കിട്ടാൻ നോക്കാം. എന്നിട്ട് ഷീൽഡ് നിർബന്ധമാണ്. ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ അറിയില്ല. നല്ല തെങ്ങുണ്ട്.
ഇവിടെ കുറച്ച് അയണൊക്കെ വെച്ച് നമുക്ക് അയൺ ടൂൾസ് ആവാമെന്ന് വിചാരിച്ച് നമുക്ക് ഞാൻ ഒരു സോഡും പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആർമർ ഉണ്ടാക്കണം. ഞാനും ആദ്യം ആർമർ ഉണ്ടാക്കിയിട്ട് താഴെ എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഇനി മുതൽ ഈ ടൈം ലാപ്സ് ആണ് ഉണ്ടാകുക. നിങ്ങൾ ഡയമണ്ട് മൈൻ ചെയ്യുന്നത് കാണുക. അപ്പോൾ ഗൈസ് നമ്മൾ പിക്ക് മൈൻ ട്രിപ്പിന് ശേഷം ഞാൻ തിരിച്ചെത്തി. 24 ഡയമണ്ട് തന്നെ നമുക്ക് ആർമർ ഉണ്ടാക്കാനുള്ള. ഞാൻ പിക്കാക്സിന് ഇപ്പോൾ ഡയമണ്ട് എടുക്കുന്നില്ല, അത് നമ്മുടെ ടീംമേറ്റായ ആദിഷ് തരും. അപ്പോൾ ഞാൻ ഡയമണ്ട് ആർമർ ആക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഡയമണ്ട് ആർമർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ആദ്യം എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ ഗൈസ്. എന്തൊക്കെയോ ഉണ്ട്, ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് ഇൻവെൻറ്ററിയിൽ. ഇപ്പോൾ തൽക്കാലത്ത് അവിടെ നിൽക്കട്ടില്ല. ഓക്കെ, നല്ലൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ട്സ് ഉണ്ടാക്കാം, ലെഗിൻസ് ഉണ്ടാക്കാം. പിന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. ആൻഡ് ഫൈനലി ബൂട്ടും ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ പോവുകയാണ്. കണ്ടോളൂ ഗൈസ്. കളായി ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, സൈൻ ഓഫ്. നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ബൈ ബൈ.